കേരളം കാണുന്നത് ആരോഗ്യമന്ത്രിക്കെതിരായ സമരവേലിയേറ്റമാണ്. പ്രതിപക്ഷ സംഘടനകൾ തുടർച്ചയായ 5-ാം നാൾ തെരുവിൽ നിറയുന്നു. അതേസമയം ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും അടക്കം മന്ത്രിക്ക് പ്രതിരോധം തീർക്കാൻ ഇറങ്ങുന്നുമുണ്ട്. പല സ്ഥലങ്ങളിലും നേർക്കുനേർ ഏറ്റുമുട്ടൽ. എങ്കിൽ അത് നവകേരള യാത്രക്കിടെ കണ്ട മുഖ്യമന്ത്രി പറഞ്ഞ രക്ഷാപ്രവർത്തന ഫോർമാറ്റിലേക്ക് പോവുകയാണെങ്കിൽ ക്രമസമാധാനത്തിന് ഗുണകരമാവില്ല. ഒരു സാധു സ്ത്രീയുടെ ദയനീയ മരണത്തിന് കാരണമായ അനാസ്ഥയിൽ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടുമില്ല. പ്രതിഷേധങ്ങളിൽ, ആവശ്യങ്ങളിൽ ആരോഗ്യമന്ത്രി രാജിവെക്കുമെന്ന് കരുതുക വയ്യെങ്കിലും ആരോഗ്യ മേഖലയിലെ പിഴവുകൾ തിരുത്താൻ കാരണമാകുമോ തെരുവിൽ കാണുന്ന പ്രതിഷേധങ്ങൾ? പ്രിയ പ്രേക്ഷകർക്ക് ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. അടുക്കൽ വസന്ത തെങ്ങുംപള്ളി, ശ്രീ എം ജയചന്ദ്രൻ, ശ്രീ യുവരാജ് ഗോകുൽ, ശ്രീ എം കെ ഹരിദാസ് എന്നിവർ ചർച്ചയിൽ ചേരുന്നു. അതിനു മുൻപ്, അല്പസമയം മുൻപ് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ ഒരു വാക്കുകളൊന്ന് കേൾക്കാം. ഏതാശുപത്രിയാണോ ആദ്യം നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന അങ്ങോട്ട് പോകും. മെഡിക്കൽ കോളേജിൽ പോകുന്ന എത്ര മന്ത്രിമാരുണ്ട്? ഞാൻ പോയത് മെഡിക്കൽ കോളേജിലാണ്, കുഴപ്പമൊന്നും സംഭവിച്ചില്ല. ചിലർ സ്വകാര്യ ആശുപത്രി പോയി, ഞാൻ സ്വകാര്യ ആശുപത്രി പോയി. ഞാൻ ഡെങ്കിപ്പനി വന്നപ്പോൾ 2019 ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു. ഗവൺമെൻറ് ആശുപത്രി ചികിത്സ കൊണ്ട് ഞാൻ മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ അമൃതയെ കൊണ്ടുവന്ന് ശുപാർശ ചെയ്തു. എന്നെ അമൃതയെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് 14 ദിവസം ബോധമില്ലായിരുന്നു. ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അമൃത ഹോസ്പിറ്റൽ മോശമാണ്. അതൊക്കെ ഈ നാട്ടിൽ വ്യവസ്ഥാപിതപരമായ കാര്യമാണ്. അത് ചികിത്സിക്കേണ്ട ഹോസ്പിറ്റൽ എവിടെയും പാ. സ്വകാര്യ മേഖലയിൽ കൂടുതൽ ടെക്നോളജി ഉള്ള ഹോസ്പിറ്റലുണ്ട്. അത്രയും ചിലപ്പോൾ സർക്കാർ ആശുപത്രി വന്ന് കാണത്തില്ല. കാരണം സർക്കാർ ആശുപത്രിയിൽ കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്ഥാപനം എന്നതിൽ അതിൻ്റെ ടെക്നോളജി, അതിൻ്റെ സാമ്പത്തികമായ സഹായങ്ങൾ കുറവായിരിക്കും. ഒരു സ്വകാര്യ ആശുപത്രി കൂടുതൽ ടെക്നോളജി വരും. അപ്പോൾ കൂടുതൽ ചികിത്സ അവിടെ കിട്ടും, അങ്ങോട്ട് പോകണം. ശ്രീ എം ജയചന്ദ്രൻ, ഇതാണ് എന്ന് പറഞ്ഞാൽ ഈ സമരങ്ങളുടെ ഇപ്പോൾ നമ്മൾ തെരുവിൽ കാണുന്ന സമരങ്ങളുടെ ഗൂഢലക്ഷ്യമായി CPM കാണുന്നത് കേരളത്തിന്റെ ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന 9 വർഷം അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരുടെ സ്ഥാനമോഹം. രണ്ടാമത് പൊതുജനാരോഗ്യ മേഖലയെ തകർക്കാനും കോർപ്പറേറ്റ് ആശുപത്രികളെ സഹായിക്കാനുമാണെന്നാണ്. കഴിഞ്ഞ ദിവസമാണ് മാതൃഭൂമി ന്യൂസിലെ മാധ്യമപ്രവർത്തകൻ, എൻ്റെ അനിയനാണ് ഹരികൃഷ്ണൻ ചെയ്തൊരു വാർത്ത. രേഖകളടക്കം വാർത്തയിൽ പറഞ്ഞ MP രാജേഷും മന്ത്രി V ശിവൻകുട്ടിയും മന്ത്രി K കൃഷ്ണൻകുട്ടി അടക്കം സർക്കാർ ഖജനാവിലെ പണം കൊണ്ട് ഇതേ കോർപ്പറേറ്റ് സെറ്റപ്പിൽ പോയി ചികിത്സിക്കുന്ന പറ്റി അതിനെപ്പറ്റി ചോദ്യമാണ്. ആ ചോദ്യത്തിന് മന്ത്രിയുടെ ഉള്ളിൽ, മന്ത്രി സജി ചെറിയാൻ ഉള്ളിൽ കള്ളമില്ലാത്ത ആളാണ്. ഉള്ളിൽ കള്ളമില്ലാത്ത കാരണം അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇതേ കോർപ്പറേറ്റുകാർക്കെതിരെ ഒരു വാക്കിൽ അവരെ വാഴ്ത്തിപ്പാടും, രണ്ടാമത്തെ വാക്കിൽ ഈ സമരം അവരെ ഉയർത്തിക്കൊണ്ടുവരാനെന്ന് പറയുകയും ചെയ്യും. എത്ര നാൾ തുടരും CM ജയചന്ദ്രൻ ഈ ഇരട്ടത്താപ്പ്? അല്ല, ഇതിലെന്താണ് ഹാഷ്മി ഇരട്ടത്താപ്പെന്ന് താങ്കൾ ഉദ്ദേശിച്ചത് എന്നോടൊന്ന് പറയുമോ? അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സൗകര്യമാവല്ലോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇതേ സ്വകാര്യ ആശുപത്രികളെ, ഇതേ കോർപ്പറേറ്റ് ആശുപത്രികളെ സഹായിക്കാനാണ് പ്രതിപക്ഷം തെരുവിൽ സമരം നടത്തുന്നത് എന്നുള്ളതാണ് CPM-ന്റെ നിലപാട്. പാർട്ടി മുഖപ്രസംഗത്തിൽ എഴുതിയ അതാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അതാണ്. CPM-ന്റെ മന്ത്രിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. അതേ മന്ത്രിമാർ തന്നെ ഈ പറയുന്ന കോർപ്പറേറ്റ് ആശുപത്രിയിൽ പോയി ചികിത്സിക്കും. എങ്ങനെ? സ്വന്തം പൈസക്കല്ല, സർക്കാർ പൈസക്ക്. അതെ ഹാഷ്മി, ആ കാര്യം പറയുമ്പോൾ ഈ ശ്രീ K കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കെ 1993 കേരള സംസ്ഥാന നിയമസഭയിൽ, കേരള അസംബ്ലിയിൽ ഈ MLA-മാർക്ക് ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള വിശദമായൊരു ബില്ല് അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് ഏകണ്ഠമായി പാസ്സാക്കുന്നത്. അന്ന് മുതൽ ഇങ്ങോട്ടത് അവൈൽ ചെയ്യുന്നുണ്ട് എല്ലാ MLA-മാരും. മുഖ്യമന്ത്രി അടക്കം MLA ആണല്ലോ പ്രാഥമികമായി. ഇവിടെ MLA-യും മന്ത്രിമാരും സർക്കാർ ചെലവിൽ ഇപ്പോ മുഖ്യമന്ത്രി എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ടോപ്പ് എക്സിക്യൂട്ടീവാണ്. ആ ടോപ്പ് എക്സിക്യൂട്ടീവിന് ടോപ്പ് ചികിത്സ നൽകണം. അത് കേരളത്തിന്റെ ചെലവിൽ തന്നെ നൽകണം. അതിന് അമേരിക്കയല്ല, ഇനി ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും അവിടെ പോയി ചികിത്സിക്കണം എന്ന നിലപാടുകാരനാണ് ഞാൻ. മന്ത്രിമാർക്ക് ഈ പറയുന്ന പ്രിവിലേജ് ഉണ്ട്, അത് സംസ്ഥാനം അവരെ ചികിത്സിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന പ്രിവിലേജ് ബഹുമാനമാണ്. ഒരു തർക്കക്കാരത്തില്ല. പക്ഷേ എൻ്റെ പ്രശ്നം അതല്ല. എൻ്റെ പ്രശ്നം ഇവിടെ ഒരു സർക്കാർ ആശുപത്രിയിൽ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു പരമസാധു സ്ത്രീ കൊല്ലപ്പെട്ടിട്ട് അതിൽ സമരം നടത്തുന്ന സമര സംഘടനകളെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ കോർപ്പറേറ്റ് ഈ ആൾക്കാരെ സഹായിക്കാനാണെന്ന് പറയുന്നതിൽ ഇരട്ടത്താപ്പ് ഞാൻ ചൂണ്ടിക്കട്ടെ. അല്ലാതെ മന്ത്രിമാർ പോയി ചികിത്സ ഇടുന്നതിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ. അത് ആ ഒരു പ്രശ്നം മാത്രമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഹാഷ്മി കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? 2 തരം ചികിത്സാ സംവിധാനങ്ങളാണ് സമൂഹത്തിൽ നിലവിലിരിക്കുന്നത്. ഒന്ന് നമ്മൾ പറയുന്ന ഈ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം,
ഒന്ന് മറ്റേത് താങ്കൾ തന്നെ സൂചിപ്പിച്ച പിന്നെ CPM-ൻ്റെ നേതാക്കന്മാരടക്കം സംസാരിക്കുമെന്ന് പറയുന്ന ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. അത് ഇൻഡസ്ട്രിയായിട്ട് തന്നെയാണ് സമൂഹം അംഗീകരിച്ചിരിക്കുന്നത്. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി തന്നെയാണ് അതിന് പേരും വ്യാഖ്യാനവും അങ്ങനെ തന്നെയാണ്. മറ്റേതാണ് പബ്ലിക് ഹെൽത്ത് മേഖല എന്ന് പറയുന്നത് മറ്റേതാണ്. അതാണ് പൊതുജനാരോഗ്യ സംവിധാനം എന്ന് പറയുന്നത്. അത് രണ്ടിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഒരുപാട് മാനകങ്ങൾ, ഇൻഡെക്സുകൾ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതുമാണ്. അതിൻ്റെ വിശദമായ ചർച്ചകളിലേക്ക് പോകേണ്ടതില്ല. പക്ഷേ പ്രാഥമികമായി തന്നെ രണ്ടും രണ്ടാണ്. ആ പിന്നെ രണ്ടിനെയാണോ, രണ്ടിലേതെങ്കിലും ഒന്നിനെയാണോ, അതോ പിന്നെ ഒന്നിനു വേണ്ടി മാത്രമാണോ എന്നൊക്കെയുള്ളത് ഇതെല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ ആരോഗ്യ കേരളം എന്ന് പറയുന്നത്. നമ്മൾ ജയേന്ദ്രൻ, നമ്മൾ ആരോഗ്യ കേരളം എന്ന് നമ്മൾ അഭിമാനത്തോടുകൂടി പറയുന്നത് ഈ പറയുന്ന എല്ലാം കൂടെ ചേർന്നാണ്. ഈ സ്പെക്ട്രം എല്ലാം കൂടെ ചേർന്നാണ് നമ്മൾ ആരോഗ്യ കേരളം എന്ന് പറയുന്നത്. ജയേന്ദ്രൻ, എൻ്റെ പ്രശ്നം അതൊന്നുമല്ല. എൻ്റെ പ്രശ്നം സ്വകാര്യ ആശുപത്രിയാണോ നല്ലത്, സ്വകാര്യ ആശുപത്രി ചികിത്സയ്ക്ക് പോകാമോ എന്നൊന്നും അല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം ഒരു പാവം സ്ത്രീ, അത്താഴപ്പട്ടണിക്കാരിയായ ഒരു വീട്ടിൻ്റെ ഏക വരുമാന മാർഗമായ ഒരു സ്ത്രീ അവരുടേതല്ലാത്ത കുറ്റത്തിന് പൂട്ടിയിട്ടുവെന്ന് മന്ത്രിമാരൊക്കെ കള്ളം പറഞ്ഞ കെട്ടിടത്തിൽ കയറി കുളിക്കാൻ കയറിയപ്പോൾ നെഞ്ചാങ്കൂട് തകർന്ന് തലച്ചോറ് പുറത്തായി മരിച്ചുപോയി. ഇവിടെ പ്രതിപക്ഷം പിന്നെ അതിൽ ശബ്ദമുയർത്തണ്ടേ, അതിൽ സമരം ചെയ്യണ്ടേ? ഒരു മന്ത്രി പറയുകയാണ് ഈ മരണങ്ങളെ ആഘോഷമാക്കാണെന്ന് പറയുക. അതാണോ ശരി? അപ്പം അതിന് പറയുന്ന ഒരു ന്യായമാണ്, ഒരു ആത്മാർത്ഥയില്ലാത്ത ന്യായമാണ്. അത് കോർപ്പറേറ്റുകാരെ ഹെൽപ്പ് ചെയ്യാനാണ്. മന്ത്രിമാർ മൊത്തം കോർപ്പറേറ്റിൽ പോയിട്ട് എന്ത് ഹെൽപ്പിനെ പറ്റിയാണ് പറയുന്നത്? അല്ല, അതിന് താങ്കൾ ഹാഷ്മി പറഞ്ഞ ഈ ആസ്പെക്റ്റിൽ തന്നെ ആണെങ്കിൽ തന്നെയും, അതാണെങ്കിൽ പോലും അതിലും രണ്ട് ഭാഗമുണ്ടല്ലോ. ഒന്ന്, ഇതിൻ്റെ എന്താണ് ഉദ്ദേശിക്കുന്നത്, മോറൽ ഇഷ്യൂ ആണോ, അത് ഗവൺമെൻറ് റെസ്പോൺസിബിലിറ്റി ആണോ, അതോ ഹെൽത്ത് ഇഷ്യൂസ് ആണോ? ഈ രണ്ട് കാര്യങ്ങളവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെ അകത്ത് മോറൽ സൈഡ് ആൻഡ് ഹെൽത്ത് ഇഷ്യൂസിനെ ഒരു ഭാഗമായി കണ്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ 5 ദിവസമായിട്ട് താങ്കൾ പറഞ്ഞതുപോലെയാണ് നടക്കുന്നുണ്ട്. മറുഭാഗത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ ആണെങ്കിൽ അത് വേറൊരു ഭാഗത്താണ് നിൽക്കുന്നത്. അതിൻ്റെ അകത്താണല്ലോ ഈ പറയുന്ന പിന്നെ ഈ ഹെൽത്ത് ഇഷ്യൂവിലല്ല, മോറൽ ഇഷ്യൂവിലും അല്ല പിന്നെ മറ്റൊരു തരത്തിൽ കാര്യങ്ങൾ കാണുന്ന ആൾക്കാരുമുണ്ട്. ഏതായാലും അതവിടെ നിൽക്കട്ടെ. അത് ഞാൻ പറയുന്ന അതല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആവർത്തിച്ച് പറയുകയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് എന്ത് പ്രശ്നപരിഹാരമാണ് പ്രതിപക്ഷം മുമ്പോട്ട് വെക്കുന്നത്? വിദ്യാർത്ഥി സംഘടനകൾ മാത്രമല്ല, മുതിർന്ന രാഷ്ട്രീയ നേതാക്കളടക്കം, UDF അടക്കം എന്ത് പ്രശ്നപരിഹാരമാണ് മുമ്പോട്ട് വെക്കുന്നത്? നമ്മൾ കാണുന്നതാണല്ലോ. പ്രശ്നപരിഹാരം ആരോഗ്യമന്ത്രി രാജിവെക്കുക എന്നുള്ളതാണ്. രാജിവെക്കുന്നതാണോ പരിഹാരം എന്നുള്ളതാണ് മറുചോദ്യം വരുന്നത്. ആ മറുചോദ്യത്തിൽ പിന്നെ എപ്പോഴും തർക്കിക്കുന്ന പ്രശ്നം അതെ അത് മാത്രമാണ് എന്നാണ് പിന്നെ ഈ ഗവൺമെൻറ് വിമർശകർ, വിരുദ്ധർ എന്ന് ഞാൻ പറയില്ല, ഗവൺമെൻറ് വിമർശകർ ആവശ്യപ്പെടുന്നത്. അത് തന്നെയാണ് പിന്നെ ഏക പോംവഴി. അതാണോ പോംവഴി എന്നുള്ളതാണ് ഞാനും ചർച്ച ചെയ്യുന്നത്. അത് തന്നെയാണ്. അത് മാത്രമല്ല പോംവഴി, അതൊരു പോംവഴി ആയിരിക്കാം. പക്ഷേ അത് മാത്രമാണ് എല്ലാ പ്രശ്നത്തിനെയും പോംവഴി എന്ന് പറയുന്നിടത്താണ് ഒരു രാഷ്ട്രീയ ലക്ഷ്യം വരുന്നതും കൗശല രാഷ്ട്രീയം പുറത്തു വരുന്നതും അവിടെയാണ്. അതാണ് എൻ്റെ തർക്കം, എൻ്റെ വിയോജിപ്പ് അവിടെയാണുള്ളത്. അല്ലാതെ അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അടിമുടി പെശകാണെന്നോ അത് ഏതെങ്കിലും സ്വകാര്യ മേഖലയെ താങ്ങി നിർത്താൻ വേണ്ടിയാണ് എന്നുള്ള ആരോപണം. ജയേന്ദ്രൻ, ദീർഘകാലം ആദ്യപ്രദേശം താങ്കൾക്ക് അറിയാത്തതല്ല ഇടതുപക്ഷത്തിന്റെ സമരങ്ങൾ. സോളാർ കേസിൽ എന്തായിരുന്നു മുദ്രാവാക്യം? മുഖ്യമന്ത്രി രാജിവെക്കുക എന്നതിനായിരുന്നു മുദ്രാവാക്യം. അവിടെ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് അടുത്ത കാലത്ത് കേരളം കാണാത്തൊരു സമരത്തിൽ അവിടെ സെക്രട്ടേറിയറ്റ് വളഞ്ഞ് സമരം സംഭവിപ്പിച്ചതും എന്തെന്നറിയാത്ത കാരണത്താൽ പെട്ടെന്ന് ആ സമരം ഇല്ലാതായിപ്പോയതും ആ മുഖ്യമന്ത്രിയുടെ നെറ്റിയെറിഞ്ഞ് പൊട്ടിച്ചതും എല്ലാ മന്ത്രിമാരെയും വഴിയിൽ കരിങ്കുടി കാണിച്ച് തടഞ്ഞതും എത്ര ബാർക്കോഴ സമയത്ത് നിയമസഭയ്ക്കുള്ളിൽ നടത്തിയ സമരങ്ങളും ഹർത്താലുകളും ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മറന്നു പോകാൻ പറ്റുമോ? അങ്ങനെ സമരം ചെയ്തു വന്നൊരു സംഘടന ഇവിടെ ഒരു സാധു സ്ത്രീ എന്താണ് അവർ കൊല്ലപ്പെട്ടു, രക്തസാക്ഷിയാണ് അവർ കൊല്ലപ്പെട്ടപ്പോൾ പ്രതിപക്ഷം സമരം ചെയ്യാനിറങ്ങി. പിന്നെ ഒരു നാട്ടിൽ പ്രതിപക്ഷം എന്തിനാണത്? ആഭാസ നൃത്തം, മരണവ്യാപാരികളുടെ ആഭാസ നൃത്തം, മരണം ആഘോഷമാക്കുന്നു എന്നൊക്കെ പറയുന്നതിന് അസഹിഷ്ണുതയുടെ പരകോടിയല്ലേ ജയേന്ദ്രൻ? അത് ചെയ്യാൻ പാടുണ്ടോ ഒരു ഇടതുപക്ഷ സർക്കാർ, ഇടതുപക്ഷ സംഘടന? അല്ല, അത് പിന്നെ ഈ പ്രതിപക്ഷത്തിൻ്റെ ചുമതലയാണ് പ്രതിഷേധിക്കുക, വിമർശിക്കുക, സമരം ചെയ്യുക എന്നുള്ളതൊക്കെ. അല്ലെങ്കിൽ പിന്നെ അവർ പ്രതിപക്ഷമല്ല, പ്രതിപക്ഷത്തിൻ്റെ ജഡം മാത്രമായി നിൽക്കും. അതുകൊണ്ട് പ്രതിപക്ഷം വിമർശിക്കുന്നതോടും പിന്നെ അത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം തന്നെയാണ്. ഒരു സംശയമില്ലാതെ അടിവരയിട്ട് പറയേണ്ട കാര്യമാണത്. പ്രതിപക്ഷത്തിൻ്റെ ധർമ്മമാണ് പ്രതിഷേധിക്കുക, വിമർശിക്കുക, സമരം ചെയ്യുക എന്നുള്ളതൊക്കെ. അതിലൊന്നും ഒരു തർക്കവും എനിക്കുള്ള ആളെ അല്ല. അതിനോടൊക്കെ ഞാൻ വിയോജിക്കുകയുമില്ല. പക്ഷേ പ്രശ്നം ഹാഷ്മി ഇവിടെ അതല്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ ഈ കഴിഞ്ഞ 5 ദിവസമായിട്ട് കാണുകയാണല്ലോ. ഈ 5 ദിവസമായിട്ട് കാണുന്ന മറ്റൊരു കാര്യകാരണ ബന്ധമുണ്ട്. എല്ലാത്തിലും പിന്നെ കോസ് ആൻഡ് റീസൺ അല്ലെ കോസ് ആൻഡ് എഫക്ട് തിയറി എന്ന് പറഞ്ഞ സിദ്ധാന്തം ഉണ്ടല്ലോ, നമ്മൾ കാണുന്നതുമാണല്ലോ. എന്താണത്? അത് ഞാൻ കണ്ടത്
ഞാൻ കണ്ടത് കഴിഞ്ഞ ആഴ്ചയിൽ, ഞാനിപ്പോൾ ആലപ്പുഴ സ്റ്റുഡിയോയിലാണല്ലോ ഇരിക്കുന്നത്, കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ ഉയർന്ന ഒരു ആവശ്യമായിരുന്നു. ആ ആവശ്യം പിന്നെ 24 ചാനലിലും വിശദമായി ചർച്ച ചെയ്തതാണ്. പിരിച്ചെടുത്ത പൈസ എവിടെ എന്നുള്ള ചോദ്യം യൂത്ത് കോൺഗ്രസ് നേതൃ ക്യാമ്പിൽ ഉയരുന്നു. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്, അതിൻ്റെ അകത്ത് തന്നെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യകാരണ ബന്ധ സിദ്ധാന്തം പോകുന്നു ഇതുകൊണ്ടാണ്. മന്ത്രി വാസവൻ ഇൻസെൻസിറ്റീവായി ചോദിച്ചത് ഈ പറഞ്ഞ ആരോഗ്യമന്ത്രി ഒന്ന് ഉരുട്ടിയിട്ട് ചിരിച്ചോണ്ടാണ് ചോദിക്കുന്നത്. വാസവൻ ഏതാണ് ഒരു സ്ത്രീയുടെ മരണത്തെ പറ്റി പറയുമ്പോൾ ചിരിച്ചോണ്ട് ചോദിക്കുകയാണ്, അത് ആരോഗ്യമന്ത്രി ഉരുട്ടിയിട്ടതല്ലോ, ആരോഗ്യമന്ത്രി എന്ന് പറയുന്നവർ യൂത്ത് കോൺഗ്രസ് ഉരുട്ടിയിട്ടാണ് ബിൽഡിംഗ് എന്നോട് പറയുമോ ഇനി? അല്ല, യൂത്ത് കോൺഗ്രസ് ഉരുട്ടിയിട്ടാണല്ലോ ഞാൻ പറഞ്ഞത്. കാര്യകാരണ ബന്ധം എന്നുള്ള ആ ഒരു കോസ്റ്റ് ആൻഡ് എഫക്ട് തിയറി ഉണ്ടല്ലോ, ആ ഒരു തിയറിയുടെ റിലേറ്റിവിറ്റിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഇഷ്യൂവിൽ. അത് അല്ലെങ്കിൽ എന്തിനാണ് ഹാഷ്മി ഈ ഒരു പ്രശ്നത്തിൽ രാജിവെക്കില്ല എന്നുള്ളത് സ്പഷ്ടമായ കാര്യമാണ്. രാജിവെക്കാനും മാത്രമുള്ള പ്രശ്നങ്ങളല്ലല്ലോ ഇവിടെ നമ്മൾ ഒരു പ്രതിപക്ഷ പ്രസ്ഥാനം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുക എന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യം ഉയർത്തി എന്നാൽ ഞാൻ രാജിവെച്ചേക്കാം എന്ന് പറഞ്ഞ എത്ര രാജ്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ രാജ്യം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് അത്? കോടതി പറയുമ്പോഴാണ് രാജ്യം ഉണ്ടായിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ് രാജി എന്നുള്ളത്. അതിനെ ഡിവൈഎഫ്ഐ എസ്എഫ്ഐ ചേർത്ത് തോൽപ്പിക്കാൻ ഇറങ്ങുക, ഇല്ല മുഖ്യമന്ത്രിയുടെ യാത്രാ സമയത്ത് കണ്ടതുപോലെ മണ്ടയടിച്ച് ഇറങ്ങി പുറപ്പെടുക എന്നൊക്കെ പറയുന്നത് എങ്ങോട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ എത്താം. മാത്രമല്ല പോട്ടെ, ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇവിടെ ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും ഇന്ന് പാലക്കാട് ആരോഗ്യമന്ത്രി വരുമ്പോൾ നിപ്പ അവലോകനത്തിന് വരുമ്പോൾ അവിടെ എസ്എഫ്ഐ മന്ത്രിക്ക് കാവലായുണ്ട്, ഡിവൈഎഫ്ഐ എസ്എഫ് പ്രവർത്തകരുടെ ഉണ്ട്. അടൂർ സമാനമായ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. സംസ്ഥാനത്തിൻ്റെ പല VK സനോജ് അടക്കമുള്ളവർ അതിന് ആഹ്വാനം ചെയ്യുന്നുമുണ്ട്. എന്ന് പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ ഒരു തെരുവ് യുദ്ധത്തിന് സമാനമായ കാര്യങ്ങളിലേക്ക് പോകും എന്നാണോ കരുതേണ്ടത് വസന്ത് തെങ്ങുംപള്ളി? അല്ല ശ്രീ ഹാഷ്മി, നോക്കൂ, ഏത് രാവണക്കോട്ട കെട്ടി സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ജനകീയ പ്രതിഷേധങ്ങൾ, ആ പ്രക്ഷോഭങ്ങൾ മന്ത്രിയുടെ അടുത്തു തന്നെ എത്തും എന്ന് ഇന്ന് അങ്ങീ സൂചിപ്പിച്ച ഓരോ സമരവേദിയിലും അങ്ങ് തന്നെ കണ്ടു ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. നോക്കൂ, ഞങ്ങൾക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണം എന്താണ്? ഞങ്ങൾ സ്വകാര്യ ലോബിയുടെ അനുവർത്താക്കളായി പ്രവർത്തിക്കുന്നു എന്നാണ് മന്ത്രിമാരടക്കം പറയുന്നത്. ഈ സ്വകാര്യ ലോബിക്കെതിരെ സമരം ചെയ്യാൻ പോയ ചില മന്ത്രിമാരുടെ കാര്യം ഞാൻ പറയാം. ഒന്ന്, മന്ത്രി കൃഷ്ണൻകുട്ടി സ്വന്തം മണ്ഡലത്തിലുള്ള പൊതുജനാരോഗ്യ മേഖലയിലെ ആശുപത്രിയെ ഒഴിവാക്കി കൊച്ചിയിലെ അപ്പോളോ ആശുപത്രിയിലാണ് 4 മാസം മുമ്പ് ചികിത്സയ്ക്ക് വരുന്നത്. അതിന്റെ പൈസ ട്രഷറിയിലൂടെ മാറ്റിയെടുത്തിട്ടുണ്ട്. മന്ത്രി വി ശിവൻകുട്ടിയെ തിരുവനന്തപുരത്തെ 5 സ്റ്റാർ ഹോസ്പിറ്റലിലാണ് പ്രവേശിപ്പിച്ചത്. മന്ത്രി MP രാജേഷ്, അദ്ദേഹം പാലക്കാട് നിന്ന് എറണാകുളത്ത് വന്ന് എറണാകുളത്തെ 3 നക്ഷത്രത്തിന്റെ എംബ്ലമുള്ള ആശുപത്രിയിൽ നേരിട്ട് അങ്ങനെ തന്നെ പരസ്യം ചെയ്യുന്ന ആശുപത്രിയുടെ പേര് പറയാത്തത് അവരിതിൽ കുറ്റക്കാരല്ലാത്തതുകൊണ്ടാണ്, അങ്ങനെ തന്നെ പരസ്യം ചെയ്യുന്ന ആശുപത്രിയിൽ വന്നാണ് ഈ സ്വകാര്യ മേഖലയ്ക്കെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായി പെരുമാറിയത്. ആന്റണി രാജു, R ബിന്ദു, അങ്ങനെ ഈ മന്ത്രിസഭയിലെ ഏതാണ്ട് പാതിയിലേറെ പേരും സ്വകാര്യ മേഖലയിലേക്ക് പോയി അവരെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരോഗ്യ മേഖല മുഴുവൻ തകർന്ന് തരിപ്പണമായി വെന്റിലേറ്ററിൽ നിന്ന് മോർച്ചറിയിലായി കപ്പലും തകർന്ന് കപ്പിത്താൻ അമേരിക്കയ്ക്കും മുങ്ങിയിരിക്കുമ്പോൾ ഞങ്ങളെല്ലാം, അതായത് ഇവിടുത്തെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും എല്ലാവരും ചേർന്ന് വായിൽ അമ്പഴങ്ങ വിഴങ്ങി സർക്കാരിന് മംഗളഗീതവും എഴുതിയിരിക്കണമെന്ന് പറഞ്ഞാൽ ആ പണി നടപ്പില്ല എന്ന് പറയാനേ തൽക്കാലം നിർവാഹമുള്ളൂ. ഞാൻ പറഞ്ഞത് ഇപ്പൊ സ്വകാര്യ ആശുപത്രി നല്ല ആശുപത്രിയുള്ള കുറ്റമല്ലോ. ഇപ്പൊ ലിസി ആശുപത്രി പറഞ്ഞോ, പ്രശ്നമൊന്നുമില്ല, നല്ല ആശുപത്രിയാണല്ലോ, അതുകൊണ്ടാണല്ലോ മന്ത്രി ചികിത്സയ്ക്ക് പോകുന്നത്. തീർച്ചയായും അടക്കമുള്ള ലിസിയോ അപ്പോളയോ അടക്കമുള്ള എത്രയോ ആശുപത്രി. അപ്പോൾ ഈ അമ്പഴങ്ങ വിഴുങ്ങി മംഗളഗീതം എഴുതണമെന്ന് പറഞ്ഞാൽ ആ പണി ഡിവൈഎഫ്ഐ മാത്രം ചെയ്താൽ മതി, അത് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഒക്കെ ചെയ്യണമെന്ന് ഇവർ വാശി പിടിക്കണ്ട എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. നോക്കൂ, എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയുടെ സമയത്ത് ഇവരുടെ രക്ഷാപ്രവർത്തനം? ആലപ്പുഴയിൽ തൊട്ട് രക്ഷാപ്രവർത്തനം നടത്തി ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ തല തല്ലി തലച്ചോറ് വെളിയിലിട്ട് ഇവർ റോട്ടിൽ നടമാടിയില്ലേ? അതിനുശേഷം ഇവരുടെ ഭീഷണി ഏതൊക്കെ തരത്തിലായിരുന്നു ഞങ്ങൾക്ക് നേരെ വന്നത്? പക്ഷേ ശ്രീ ഹാഷ്മി, അങ്ങേക്ക് ഓർമ്മയുണ്ടാവും, 24ന്റെ ആർക്കൈവിൽ ഉണ്ടാവും, മുഖ്യമന്ത്രി ഏറ്റവും അവസാനം തിരുവനന്തപുരം പാളയത്തെത്തിയപ്പോൾ അവിടെയും കരിങ്കോടി കണ്ടിട്ട് തന്നെയാണ് അയാൾ ആ യാത്ര അവസാനിപ്പിച്ചത്. അതുകൊണ്ട് ഞങ്ങളൊരു സമരം ഏറ്റെടുത്താൽ അത് ജനകീയ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ, ജനങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, ആ സമരത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ആ സമരത്തിന്റെ ആവശ്യകത സത്യസന്ധമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് അവസാനം കണ്ടിട്ട് ഞങ്ങൾ പുറകോട്ട് പോവുകയുള്ളൂ. അല്ല, CM ജയന്തൻ പറഞ്ഞ മറുപടി, യൂത്ത് കോൺഗ്രസിന്റെ ഈ പറയുന്ന ഫണ്ടുമായി ബന്ധപ്പെട്ട തർക്കം കാര്യകാരണം കോസ്റ്റ് എഫക്ട്, അതിനുള്ള മറുപടി ശ്രീ വസന്തപള്ളി? അതിനുള്ള മറുപടി ഒറ്റ വരിയിൽ തന്നെ ശ്രീ ഹാഷ്മി പറഞ്ഞു. ഇനി നാളെ ഇവർ പുതിയൊരു സിദ്ധാന്തം, ഇപ്പം MJ പറഞ്ഞുകൊണ്ട് വന്നത് ഒരു
തിയറിയാണല്ലോ. നാളെ MJ അടക്കമുള്ളവർ ചേർന്ന് പുതിയൊരു ക്യാപ്സ്യൂൾ തിയറി ഉണ്ടാക്കിയില്ല. അതായത് ഞാൻ കോട്ടയത്ത് നിന്നുള്ള യൂത്ത് കോൺഗ്രസ്സുകാരാണ്. കോട്ടയത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ എല്ലാവരും കൂടി ചേർന്ന് തലേ ദിവസം രാത്രി പോയി ഉന്തി മറിച്ചാണ് ഇത് താഴോട്ടിട്ടത് എന്ന് പറഞ്ഞാൽ അത് അപ്പാടെ വിശ്വസിക്കണമെങ്കിൽ നമ്മളാരും പാർട്ടി ക്ലാസ്സിൽ പങ്കെടുക്കുന്നില്ലല്ലോ. അപ്പോൾ മാത്രമല്ല നമുക്ക് ഈ തള്ളും ക്യാപ്സ്യൂളിന്റെ സൃഷ്ടിയൊന്നുമില്ലല്ലോ. അത് CPM-കാർക്കാണുള്ളത്. നോക്കൂ, മന്ത്രി വാസവന്റെ മണ്ഡലത്തിൽ, ഞാൻ വളരെ കൃത്യമായി പറയാം, മന്ത്രി വാസവന്റെ മണ്ഡലത്തിൽ ഈ ആശുപത്രി ഇടിഞ്ഞു വീഴുന്നതിന് 4 കിലോമീറ്റർ അപ്പുറത്ത് സൗകര്യ സമ്പന്നമായ ഒരു 3 സ്റ്റാർ ഹോട്ടലിൽ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിസഭ അവിടെ ഉണ്ടെന്നേ. ഈ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ മന്ത്രിയും വാസവനും അവിടേക്ക് എത്തുന്നു. അതിനുശേഷം ഇവർ ആദ്യമേ ശ്രമിച്ചത് എന്താണ്? റെസ്ക്യൂ ഓപ്പറേഷനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമാണ് മന്ത്രിമാർ ചെയ്യേണ്ടിയിരുന്നത്. പകരം അവരെന്ത് ചെയ്തു? അവർ വൈറ്റ് വാഷ് ചെയ്യാനാണ് ഇറങ്ങി പുറപ്പെട്ടത്. ഇത് പൂട്ടിക്കിടന്ന ഏതാണ് കെട്ടിടമാണ്, ഇവിടെ ഒരു മനുഷ്യൻ പോയിട്ട് ഈച്ച പോലും ഉണ്ടാവില്ല എന്ന് മന്ത്രി ആണയിട്ട് പറഞ്ഞില്ലേ എത്ര തവണ നിങ്ങളോട്? അങ്ങനെ പറഞ്ഞതിന്റെ പുറത്താണ് അവിടെ JCB അടക്കം എത്താൻ വൈകിയത്. അതായത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് മന്ത്രിക്കെതിരെ കേസെടുത്താൽ അത് കോടതിയിൽ നിന്നു പോകാനുള്ള സാഹചര്യമുണ്ട്. ഒരുപക്ഷെ മന്ത്രി അവിടെ എത്തി ഇത്രമാത്രം കോൺഫിഡന്റോടുകൂടി, ഇത്രമാത്രം ധൈര്യത്തോടുകൂടി അതിനുള്ളിൽ ആരുമേ ഇല്ല എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ കുറച്ചുകൂടി ഊർജിതമായി സത്യമാണ്. പക്ഷേ സൂപ്രണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, മന്ത്രി അങ്ങനെ പറഞ്ഞത്, അത് സൂപ്രണ്ട് തന്നെ കുറ്റം ഏറ്റെടുക്കുന്നു, അദ്ദേഹത്തിന് മറ്റു വഴികളില്ലാത്തതുകൊണ്ടാവണം ഏറ്റെടുക്കുന്നു. പോട്ടെ, അത് നമ്മൾ കുറേ ദിവസം ചർച്ച, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശിവരാജ് പോലും ഇന്നിപ്പോ BJP സംസ്ഥാന വ്യാപകമായി സമരം നടത്തിയൊരു ദിവസമാണ്. കോട്ടയത്തായിരുന്നു അങ്ങയുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ ആ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ജയചന്ദ്രൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ആവശ്യം ആരോഗ്യമന്ത്രി രാജിവെക്കുക എന്നുള്ളതാണ്. ആരോഗ്യമന്ത്രി എന്തായാലും ഇതിൽ രാജിവെക്കാൻ പോകുന്നില്ല. അപ്പോൾ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള സമരം എത്ര നാളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് ഒരു ധാരണ. ആരോഗ്യമന്ത്രി രാജിവെക്കുന്നത് വരെ സമരങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണല്ലോ ധാരണ. ഇപ്പം അങ്ങ് തന്നെ കുറച്ച് നേരത്തെ അവരോട് ചോദിച്ചിരുന്നല്ലോ, സോളാർ സമരവുമായി ബന്ധപ്പെട്ടിട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ സമരം നടത്തിയിരുന്നു. ആ സമരത്തിനകത്ത് ഉമ്മൻചാണ്ടി രാജിവെച്ചോ ഇല്ലയോ എന്നുള്ളതല്ല. പിന്നീട് കുറച്ച് നാളുകൾക്ക് മുമ്പ് സോളാർ സമരവുമായി ബന്ധപ്പെട്ടിട്ട് അത് അഡ്ജസ്റ്റ്മെന്റ് വഴിക്ക് അത് ഒതുക്കി തീർത്തതാണ് എന്നൊരു ആരോപണം വന്ന സമയത്ത് ബഹുമാനപ്പെട്ട ശ്രീ M. ജയേന്ദ്രൻ സാർ ഉൾപ്പെടെയുള്ളവരുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. വന്നിരുന്നതിന് ശേഷം ഈ രാജി ആവശ്യപ്പെടുന്നതിൻ്റെ താത്വികമായ അവലോകനങ്ങളും അതിൻ്റെ പുറകിലുള്ള തിയററ്റിക്കൽ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് രാജി എന്ന് പറയുന്നത് ഒരു മുദ്രാവാക്യമാണ് എന്നും അത് ശരിക്കും രാജിയല്ല ആവശ്യപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു ഈ ഇടതുപക്ഷത്തെ താത്വിക ആചാര്യന്മാരെല്ലാവരും. അവരിപ്പോൾ ചോദിക്കുന്നത് രാജി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ രാജിവെക്കാൻ സാധിക്കുമോ എന്നൊക്കെയാണ്. തീർച്ചയായിട്ടും ഇല്ല സാർ. ഇനി കേരളത്തിലുള്ള എല്ലാവരുടെ തലയിൽ കൂടിയും ആശുപത്രി കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണ്ടിരുന്നാലും ശരി തന്നെയാണ്. നമ്മുടെയൊക്കെ അതിഗംഭീരമായിട്ടുള്ള നഗരങ്ങളായിട്ടുള്ള കോഴിക്കോട് പോലെയുള്ള നഗരത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ആശുപത്രി കെട്ടിടങ്ങൾക്ക് തീ പിടിച്ചിട്ട് അകത്തുള്ള ആൾക്കാർ വെന്ത് മുഴുവനും മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നാലും ശരി തന്നെയാണ്. നമ്മുടെ നാട്ടിലെ പേവിഷയ്ക്കെതിരെ കുത്തിവെക്കുന്ന വാക്സിനുകൾ ഒന്നും തന്നെ ഫലപ്രദമല്ലാതെ എല്ലാവരും മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നാലും ശരി തന്നെയാണ്. പണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഉളുപ്പ് എന്നൊന്ന് ഭരണാധികാരികൾക്കുണ്ടാകണം, അതുണ്ടായില്ല എന്നുണ്ടെങ്കിൽ വലിയ കഷ്ടമാണ് എന്ന് പറഞ്ഞതുപോലെ ഉളുപ്പ് എന്നൊന്ന് ഇല്ലാത്ത ഭരണവർഗം ഭരിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും രാജി എന്നൊന്ന് സ്വമേധയ ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് എല്ലാവർക്കും നല്ല നിശ്ചയമുണ്ട്. എന്തായാലും നിങ്ങൾ രാജിവെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ സമരങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പിന്നെ എന്തിനാണെന്ന് ഈ DYFIക്കാരെ കല്ലും വടിയും ഹെൽമറ്റും ചെടിച്ചട്ടിയൊക്കെ കൊടുത്ത് ജീവൻ രക്ഷാപ്രവർത്തനത്തിൽ ഇറക്കപ്പെടുന്നത്? അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ഈ രാജ്യത്ത് പ്രധാനമന്ത്രിക്കെതിരായിട്ട് പ്രതിഷേധം നടക്കുന്നുണ്ട്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കെതിരായിട്ട് പ്രതിഷേധം നടക്കുന്നുണ്ട്, ഈ രാജ്യത്തെ ഒട്ടുമുക്കാൽ മുഖ്യമന്ത്രിമാർക്കെതിരായിട്ട് പ്രതിഷേധ സമരങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെയും ഭരണപക്ഷത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കല്ലും വടിയും ഹെൽമറ്റും ചെടിച്ചട്ടിയൊക്കെ ആയിട്ട് ജീവൻ രക്ഷാപ്രവർത്തനത്തിന് പോകുന്നത് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? നിങ്ങളപ്പോൾ രാജിവെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ശിവരാജ് എപ്പോഴും പറയുന്നതാണ്, CPM-നെതിരെ സമരം ഉണ്ടാകുമ്പോൾ ഇത് വലതുപക്ഷ ശക്തികളുടെ, സാമ്രാജ്യത്വ ശക്തികളുടെ, അമേരിക്ക, CA, ഈ പറഞ്ഞ കോർപ്പറേറ്റ്, എപ്പോഴും പറയുന്ന ഒരു ടിപ്പിക്കൽ സാധനം പറഞ്ഞതാണ്. പക്ഷേ സജി ചെറിയാൻ്റെ ഉള്ളിൽ കള്ളമില്ലാത്ത കാരണം സജി ചെറിയാൻ പറഞ്ഞുപോയി, എനിക്ക് വയ്യാതെ പോയിട്ട് ഡെങ്കി അടിച്ച് അബോധാവസ്ഥയിലായിരുന്നു. ആദ്യം സർക്കാർ ആശുപത്രിയിലേക്ക് പോയി, അവിടെ രക്ഷയില്ല. പിന്നെ അമൃത ഹോസ്പിറ്റലിലേക്ക് പോയി, അവിടെ ചികിത്സിച്ച് അവിടെയാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത് എന്ന് പറഞ്ഞുപോയി. അതിനുമുമ്പ് കണക്കുകൾ വരുന്നുണ്ട്. MP രാജേഷ് അടക്കം പോയി ലക്ഷങ്ങൾ ചിലവാക്കി നടത്തിയ ചികിത്സയുടെ കണക്കുകൾ അപ്പോൾ തന്നെ പുറത്തേക്കും വരുന്നുണ്ട്. അങ്ങനെ ആ ചികിത്സ ഒരു വഴിക്കൂടെ നടക്കും, മറുവഴിക്കൂടെ. അറ്റ്ലീസ്റ്റ് അത് പറയാതിരിക്കാനും മര്യാദ, ഈ സമയത്ത് പറയാതിരിക്കണം മര്യാദ സഹിച്ചറിയാൻ കാണിക്കണം. അത് കാണിക്കത്തുമില്ല. അങ്ങേ സൈഡിൽ സമരം ഈ പറഞ്ഞ സ്വകാര്യ മേഖലയെ ശക്തിപ്പെടുത്താനാണ് എന്ന് പറയുകയും ചെയ്യും. ശ്രീ ഹരിദാസ്,
കേവലം 18 മാസം കൊണ്ട് 1.98 കോടി രൂപ മെഡിക്കൽ റീഎംബേഴ്സ്മെൻറ്റ് വാങ്ങിയ ഒരു മന്ത്രിസഭയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. അതായത് 21 മന്ത്രിമാരിൽ 3 മന്ത്രിമാരൊഴികെ ബാക്കി 18-19 പേർ ചേർന്നിട്ട് 1,90,00,000 അടുത്തുള്ളൊരു തുകയാണ്. ഞാനിപ്പോൾ ആ തുകയുടെ പേപ്പറിൻ്റെ കയ്യിലില്ല. ആ ഒരു മെഡിക്കൽ റീഎംബേഴ്സ്മെൻറ്റ് അതിൽ ഏറ്റവും കൂടുതൽ അന്ന് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നത്, മുഖ്യമന്ത്രിക്കാൾ കൂടുതൽ പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിയാണ്. ഏകദേശം 48 ലക്ഷം രൂപയാണ് അദ്ദേഹം മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർക്ക് ഇത്തരത്തിൽ മെഡിക്കൽ റീഎംബേഴ്സ്മെൻറ്റിൽ പൈസ കിട്ടും, അവർക്ക് അവിടെയൊക്കെ പോയി ചികിത്സിക്കാം. പിന്നെ സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നതിൽ കുന്തവും കുടച്ചക്രവും കണ്ടു എന്ന് പറയുന്ന ഒരു വിടുവായത്തരം എല്ലാ സമയത്തും പറയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ സജി ചെറിയാനൊക്കെ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളായ നമ്മൾ ഇത്തരത്തിലൊരു ചർച്ചയിൽ കൊണ്ടുവന്നിട്ട്, കാരണം ഒരു വ്യക്തിയെക്കുറിച്ചിട്ട്, ഒരു വ്യക്തിയുടെ വാക്കുകളെ കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ ആ വ്യക്തിയിലൊരു ക്വാളിറ്റി നമ്മൾ കണ്ടിരിക്കണം. ഈ സജി ചെറിയാൻ മന്ത്രിയായിരുന്നിട്ട് നാളിതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ഈ വിടുവായത്വങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ആഷ്മി വിട്ടുകളയുക, അല്ലാണ്ട് എന്താ? അദ്ദേഹം പറഞ്ഞില്ലേ, ആയുർദൈർഘ്യം കൂടിയതാണ് കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ പ്രായമായ അമ്മച്ചി വാങ്ങുന്ന പെൻഷൻ്റെ തുക കണ്ടിട്ട് എനിക്ക് തന്നെ കണ്ണ് തള്ളിയിട്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത്രയും പ്രായമായിട്ട് എന്തിനാണ് ഇത്ര പെൻഷൻ? നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കൾക്ക് ആയുർദൈർഘ്യം എത്രത്തോളം കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ്. ആ വ്യക്തി അതിനെ ശപിക്കുകയാണ് ചെയ്യുന്നത്. ആയുർദൈർഘ്യം കൂടിയതൊരു പ്രശ്നമാണ് എന്ന നിലയിലാണ് അദ്ദേഹം കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിടുവായ തരത്തിന് നമ്മുടെ ഈ സമയത്ത് അദ്ദേഹം അത് പറയുന്നത് അതിന് മറ്റൊരു മാനമുണ്ടല്ലോ. കാര്യം ഈ സമരത്തിന്റെ പ്രധാന കാരണമായി CPM കണ്ടെത്തുന്നത് ഇത് പ്രതിപക്ഷം കേരളത്തിൻ്റെ ഈ പറയുന്ന എന്താണ് സർക്കാർ ആരോഗ്യ മേഖല ഇല്ലാതാക്കി കോർപ്പറേറ്റുകൾ കോശാന പാടാൻ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് ശക്തി പകരാൻ നൽകുന്ന സമരം എന്നാണ് CPM ഈ സമരത്തെ ഡിഫൈൻ ചെയ്യുന്നത്. ആ സമയത്താണ് ആ സർക്കാരിലെ മന്ത്രിമാർ നടത്തുന്ന സ്വകാര്യ ആശുപത്രി ചികിത്സകളുടെ കണക്ക് പുറത്തേക്ക് വരുന്നത്. ആ സമയത്തെ ഒരു മന്ത്രി തന്നെ പറയുന്നത് ഈ പറയുന്ന മെച്ചപ്പെട്ട ചികിത്സയാണെങ്കിൽ അങ്ങോട്ടേക്ക് പൊക്കോട്ടെ എന്ന് പറയുന്നത്. അതാണല്ലോ പ്രശ്നം. അതല്ലാതെ ഈ മന്ത്രിമാരൊക്കെ അവർക്കുള്ള പ്രിവിലേജിൽ പോയി ചികിത്സിച്ച് ആർക്കെന്ത് കുഴപ്പം? നോക്കി നോക്കൂ ആഷ്മി, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കൂ. ഇന്ന് പറയുന്നത് രാവിലെ 9 മണിക്ക് പറഞ്ഞത് വൈകിട്ട് 4 മണിക്ക് അടർത്തി മാറ്റപ്പെട്ടിട്ട് മാധ്യമപ്രവർത്തകരാൽ പ്രചരിപ്പിക്കപ്പെടുന്ന വാക്കുകളാണ്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു ഒന്നാം നിര നേതാക്കന്മാരാൽ ഭരിക്കപ്പെടുന്ന CPM ആണ് കേരളം ഭരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഇവരിപ്പോൾ ഇന്ന് ഈ പറയുന്ന കാര്യം നാളേക്ക് ഉറച്ചു നിൽക്കുമെന്നുള്ളതിന് എന്താണ് ഉറപ്പുള്ളത്? കഴിഞ്ഞ ഒരു 2 മാസത്തെ മാത്രം മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ എല്ലാ പ്രസ്താവനകളും നമ്മൾ കൂട്ടി വായിച്ച് മുൻപോട്ട് പോയാൽ ഇന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് നാളെ ഇവർ ഉറച്ചു നിന്നിട്ടുള്ള കാര്യങ്ങളുണ്ടോ? അതാണ് ഞാൻ സജി ചെറിയാനെ അങ്ങനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പുറത്തേക്ക് തള്ളാൻ പറഞ്ഞതല്ലാണ്ട് സജി ചെറിയാൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിലെ വസ്തുതയെക്കുറിച്ചിട്ട് എനിക്ക് അത്തരത്തിലുള്ളൊരു എതിരഭിപ്രായമുണ്ട് എന്നുള്ള നിലയ്ക്കല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇവർക്ക് എല്ലാ വിധത്തിലുള്ള ശീതീകരിച്ച ബംഗ്ലാവ്, ശീതീകരിച്ച വാഹനം, ശീതീകരിച്ച ഓഫീസ്, നമ്മുടെ നികുതിപ്പണത്തിൻ്റെ ചെലവിൽ ഭക്ഷണം കഴിച്ചിട്ട് അത് വറ്റേ എല്ലുമ്പോൾ കുത്തുമ്പോഴുള്ള അസുഖം കൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. എനിക്ക് ഒരു നിഷ്പക്ഷനായ വ്യക്തി എന്ന നിലയ്ക്ക് ജയചന്ദ്രനോട് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. താങ്കളിവിടെ പണം പിരിച്ച ഒരു കാര്യം പറഞ്ഞു. ആരോ ആവട്ടെ, ഞാൻ യൂത്ത് കോൺഗ്രസ് ആണെന്നോ BJPയുടെ യുവജന പാർട്ടിയാണെന്നോ ഒന്നും പറയുന്നില്ല. സുഹൃത്തെ, ഈ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിലെ ആ ഏരിയ സെക്രട്ടറി രാജിവെച്ചൊഴിയാനുണ്ടായ കാര്യം എന്താ? ഒരു രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച പണം, അത് കോടികളായിരുന്നു. ഇവിടെ എന്തോ 85 ലക്ഷത്തിൻ്റെ കണക്കാണ് ഇപ്പോൾ താങ്കൾ ഉന്നയിച്ച ആരോപണത്തിൻ്റെ പേരിൽ കേൾക്കുന്നത്. 85 ലക്ഷവുമാവും. മറ്റേത് 3.5 കോടി രൂപയുടെയാണ്. 3.5 കോടി രൂപ പിരിച്ചിട്ട് എന്തോ 1 കോടി ആ രക്തസാക്ഷിയുടെ വീട്ടിൽ കൊടുത്തു. ബാക്കി കോടികളുടെ കണക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ സത്യസന്ധനായ ഒരു ഏരിയ സെക്രട്ടറി രാജിവെച്ചൊഴിഞ്ഞ് അദ്ദേഹത്തെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് നിങ്ങൾ വീണ്ടും ആ സ്ഥാനത്തിരുത്തി. പിന്നെ സമരം, ഞാനൊരു കാര്യം പറയട്ടെ ശ്രീ ജയചന്ദ്രൻ, ഈ സമരം ഇന്ന് നടത്തുന്ന സമരം നമ്മുടെ യുവരാജ് ഗോകുലിൻ്റെ പാർട്ടി ആയാലും വസന്ത് തെങ്ങുംപള്ളിയുടെ പാർട്ടി ആയാലും നടത്തുന്നത് പ്രഹസനമാണെന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് എനിക്ക്. കാരണം ഇവിടെ ഏത് സമരങ്ങളാണ് ഇവരെ ചെന്നെത്തേണ്ടിടത്ത് എത്തിച്ചിരിക്കുന്നത്? സോളാർ സമരത്തിൻ്റെ കാര്യം ഹാഷ്മി പറഞ്ഞു. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സിദ്ധാർത്ഥൻ്റെ മരണത്തിന് ശേഷം ആ വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് ഇവർ എത്ര കോലാഹലങ്ങൾ ഇവിടെ നടത്തി? ഏതെങ്കിലും മന്ത്രി രാജിവെച്ചോ? അപ്പോൾ രാജി എന്നത് കേവലം ജനാധിപത്യത്തിൽ ഒരു ക്യാപ്ഷനപ്പുറം ഒന്നുമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ ക്യാപ്ഷനെ ഇപ്പം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും 2021 തെരഞ്ഞെടുപ്പും വരികയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള സമരങ്ങൾക്കും ആ സമരത്തിലൂടെ 2-3 പേർ
പേരുടെ തല പൊട്ടുന്നതിനും ആ എന്താ പറയേണ്ടത് ജലപീരങ്കി ഉപയോഗിക്കുമ്പോൾ അവർ തെറിച്ചു പോയിട്ട് വല്ലോടത്തും വീണിട്ട് അവർ എല്ലൊടിയുന്നതിനൊക്കെ വളരെ പ്രസക്തി ഉള്ളതുകൊണ്ട് ആ സമരം നടത്തുമ്പോൾ ആ സമരത്തിനെ ഒരു ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടാനല്ല ശ്രമിക്കേണ്ടത്, മറിച്ച് അതിന് ഒരു ഒത്തുതീർപ്പ് ശ്രമത്തിലൂടെ എന്ത് ചെയ്യാനാകുമെന്നുള്ളതാണ്. ഒരാളും ഇവിടെ രാജിവെക്കാൻ പോകുന്നില്ല ഹാഷ്മി. ഒരു കാര്യത്തിലൊരു നിഷ്പക്ഷനായ നിരീക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് 21 മന്ത്രിമാർ രാജിവെക്കേണ്ട അവസ്ഥയിലല്ലേ ഇവിടുത്തെ ഭരണം മുൻപോട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു മന്ത്രി രാജിവെച്ചിട്ട് എന്താ രാജിവെക്കുക നടത്തുന്നില്ല. അത് മുദ്രാവാക്യം വിളിക്കുന്നവർക്കും അറിയാം. ഇപ്പം യുവരാജ് പോലും പറയുകയാണ് അത് രാജിവെക്കും വരെ സമരം. അതങ്ങനെ പറയുന്നേ ഉള്ളൂ. അല്ലാതെ ഏത് സമരമാണ് ഇപ്പോൾ ഏത് കാലത്ത് ഏത് സമരമാണ് ഇന്ന ആളുടെ രാജിയിലേക്ക് പോയിട്ടുണ്ട്. അതെങ്ങനെയാണ്? കോടതി ഇടപെടുകയും കോടതി കർശനമായി പറയുകയും ചെയ്യുമ്പോൾ മാത്രമേ അത് രാജിയിലേക്ക് പോയിട്ടുള്ളൂ ഇന്നേ വരെ, ഇതിനേക്കാൾ വലിയ കൊടികെട്ടിയ വിഷയത്തിലും. ശ്രീ ജയേന്ദ്രൻ, ഇവിടെ ഒന്ന് നേരെ തിരിച്ചാലോചിച്ച് നോക്കൂ. ഇവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ പ്രതിപക്ഷത്ത് CPM, DYFI, SFI ആണെന്ന് ആലോചിച്ച് നോക്കൂ. ആ കാലത്ത് ഒരു സ്വകാര്യ ആശുപത്രി ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് ഒരു പാവം സ്ത്രീ കൊല്ലപ്പെട്ടു എന്ന് ആലോചിച്ച് നോക്കൂ. എന്താകുമായിരുന്നു ശ്രീ ജയേന്ദ്രൻ ഇവിടുത്തെ അവസ്ഥ? നാട് കത്തില്ലായിരുന്നു അക്ഷരാർത്ഥത്തിൽ. ഇതൊക്കെ ഒരു സമരമാണെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ. ശ്രീ ജയേന്ദ്രൻ, നമ്മൾ നേരിട്ട് ലൈവായി കണ്ടതാണ് ആ ദൃശ്യങ്ങൾ. ഞങ്ങളാണ് ആ വാർത്തയും അതിൻ്റെ ദൃശ്യങ്ങളും ആദ്യം കേരളത്തോട് പറഞ്ഞത്. ഞങ്ങളുടെ റിപ്പോർട്ടർ ടോബിയാണ് ആദ്യം അവിടെ എത്തിയത്. അത് കഴിഞ്ഞാണ് മന്ത്രിമാർക്ക് അങ്ങോട്ടേക്ക് എത്തിയത്. ആദ്യം പറഞ്ഞത് എന്താണ്? പൂട്ടിയിട്ടിരുന്ന പഴയ സാധനങ്ങൾ ഡംപ് ചെയ്തിരുന്ന ഒരു സ്ഥലം എന്ന് 2 മന്ത്രി ഒരേ ശബ്ദത്തിൽ പറഞ്ഞു. ശ്രീ ജയേന്ദ്രൻ, തുടർന്ന് അവിടെ രക്ഷാപ്രവർത്തനം നിന്നു. സാധാരണ കേരളത്തിൽ എവിടെയെങ്കിലും ആള് താഴെയുണ്ടെന്ന് സംശയമുള്ള ഒരു കൂമ്പാരത്തിന് താഴെ മനുഷ്യൻ കയ്യും കെട്ടി നോക്കുകയില്ല. ഇത് മന്ത്രിമാരടക്കം സാക്ഷ്യപ്പെടുത്തി ആരും ഉണ്ടാവില്ലെന്ന കള്ളം. പിന്നീടാണ് ചാണ്ടിയുമിനോട് കുട്ടി പറയുന്നു, തെരച്ചിൽ റീസ്റ്റാർട്ട് ചെയ്യുന്നു, യന്ത്രം വരുന്നൊക്കെ. ഇതിനൊക്കെ ദൃശ്യസാക്ഷ്യം തെളിവാണ്. മന്ത്രിമാർ MP ഗോവിന്ദനും വ്യാജം പറഞ്ഞുകൊണ്ടിരിക്കുക, സമരവും പാടില്ല. അതെങ്ങനെയാണ് ശരിയാവുക? കേരളമല്ലേ ശ്രീ ജയേന്ദ്രൻ ഇത്? കാശ്മീർ അത് ഇപ്പോൾ പറഞ്ഞത്, താങ്കളിപ്പോൾ പറഞ്ഞു നിർത്തിയ ആ വിഷയം, അത് അടിസ്ഥാനരഹിതമായൊരു സംഗതിയാണ്. കാരണം ഞാനും അവിടെ അവിടെ ചെന്നുപെട്ട ഒരാൾ, അറിഞ്ഞോണ്ടല്ലോ, അവിടെ ചെന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്താണ് സംഭവം എന്നുള്ളത്. ഇനി വിശദീകരിക്കേണ്ട കാര്യമില്ലെങ്കിൽ പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് തീർത്താക്കാം ഞാനത്. 10:50 ഈ സംഭവം ഉണ്ടാവുന്നത്. 11:05 ഫയർഫോഴ്സ് വരുന്നു. 11:50 ആദ്യം VN വാസവൻ വരുന്നത്. 11:50 VN വാസവൻ ജില്ലാ കളക്ടറും. 11:55 വീണ ജോർജ് വരുന്നു. 11:57 JCB വരുന്നു. ഇതാണ് അവിടുത്തെ ആ സമയക്രമം നോക്കിയാൽ സംഭവിക്കുന്നത്. പിന്നീട് അതുവരെയുള്ള ഈ 11:05 മുതൽ 11:52 ഞാൻ പറഞ്ഞല്ലോ 57 JCB വരുന്നവരുള്ള സമയത്ത് ചുമ്മാ ഇരിക്കുകയായിരുന്നില്ല ആരും. അവിടെ കട്ടർ ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളടക്കം കൈകൊണ്ട് മാറ്റാൻ കഴിയുന്ന സ്ലാബുകൾ അങ്ങനെ 2 പേരാണ് കുടുങ്ങി കിടന്നതായിട്ട് സംശയിച്ചത്. അവിടെ ബിന്ദു എന്നൊരു ധാരണ പോലും ആർക്കും ഉണ്ടായിരുന്നില്ല ആ സമയത്തൊന്നും. അതിനുശേഷം ഇത് അങ്ങോട്ട് നേരെ ചെല്ലാൻ കഴിയില്ല. ചെല്ലാൻ കഴിയാത്തതിന് കാരണം അതിനുള്ളിൽ ആരുമില്ലെന്ന് പെർസെപ്ഷൻ മന്ത്രിമാർ കൊടുത്തു. ഇപ്പൊ സൂപ്രണ്ട് എന്ന് പറയട്ടെ, പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞോട്ടെ, നാടറിയുന്ന മന്ത്രിമാർ വന്നു. ആ ആശുപത്രിയുടെ മുക്കുമൂലം അറിയുന്ന മന്ത്രി വാസവനടക്കം കള്ളം പറഞ്ഞോടോ നിന്ന്. എന്തിനാ കള്ളം പറഞ്ഞേ? അത് പൂട്ടിയിട്ട ബിൽഡിംഗ് എന്തിനാ കള്ളം പറഞ്ഞേ? അതിനെ താരെ കയറ്റി എന്തിനാ കള്ളം പറഞ്ഞു? കള്ളമാണ് പറഞ്ഞത്. ഇപ്പോഴും കള്ളം ആവർത്തിക്കുക. ഒരു പൂട്ടിയിട്ടില്ല ബിൽഡിംഗ്. അവിടെ ആൾ കയറിയിട്ടുണ്ട്. അവിടെ സ്ഥിരം ആൾ ഉപയോഗിക്കുന്നതാണ്. അവിടെ രോഗികളുണ്ട്. ഹാഷ്മി, ഈ കണ്ട നീ അവിടെ നിൽക്കുക, കേട്ട ഞാൻ പറയാം എന്ന് പറയരുത് എന്നോട്. കാരണം അവിടെ സംഭവിക്കുന്നത് കാണുന്ന ഒരാളോട് പറയുകയാണ്. JCB വരാന്തെ കൂടെ കയറ്റി വിടാൻ 1.25 മണിക്കൂർ എടുത്തു. ഇപ്പൊ നമ്മൾ നേർക്കുനേർ കാണുന്ന മാത്രമല്ലോ കാഴ്ച. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ റിപ്പോർട്ടറാണ് ആദ്യം ഇവിടെ എത്തുന്നത്. ഈ ദൃശ്യം മൊത്തം ലൈവായി കേരളം കാണുകയാണ്. ഇതിനകത്ത് ഈ പൂട്ടിക്കിടന്ന ബിൽഡിംഗ് എന്ന് പറയുന്ന അകത്ത് രോഗികളടക്കം അല്പസം മുമ്പ് കിടന്ന ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകർ കാണുക. രോഗികൾ പറയും ഞങ്ങൾ ഇപ്പം അങ്ങോട്ട് പോയാലേ ഉള്ളൂ. രോഗികളും കൂട്ടിരിപ്പേരും ചോദിക്കുക. എന്നിട്ട് പറയുകയാണ് അത് പൂട്ടിയിട്ടേക്കാണ്, അത് അവിടെ ആരുമില്ല, ഡംപ് ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കുകയല്ലേ പൂട്ടിക്കിടന്ന കെട്ടിടം. അല്ല താങ്കൾ പറഞ്ഞല്ലോ, അല്ല ഹാഷ്മി ഇപ്പോഴും പറഞ്ഞല്ലോ പൂട്ടിക്കിടന്ന കെട്ടിടം. ആ പ്രദേശത്ത് ഞാൻ ചോദിക്കുന്നത് ആ ഒരു കാര്യം, ഞാൻ ബാക്കിയുള്ളതിലേക്ക് തർക്കത്തിലേക്ക് വരുന്നില്ല. ഒരു കെയർ ഗീവിങ് സ്പേസ് ആണോ ഈ സംഭവം നടന്ന സ്ഥലം? ആണോ? അല്ലല്ലോ. അത് താങ്കൾ സമ്മതിക്കുമല്ലോ. ഒരു ഹെൽത്ത് കെയർ ഗീവിങ് സ്പേസ് അല്ല സ്ഥലം എന്നുള്ളത്. അത് വാഷ്റൂമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമല്ലേ അത്? അതല്ലേ? അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, നിർത്തുന്നു, അവിടെ നിർത്തുന്നു. കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ ഹാഷ്മി. അവിടെ വാഷ്റൂം സ്ഥലമല്ല, ഓപ്പറേഷൻ കഴിഞ്ഞ് രോഗികൾ കിടന്ന വാർഡാണത്. ആ വാർഡിന്റെ ബാത്റൂമാണത്. പിന്നെ ആ വാർഡിൽ കിടക്കുന്ന ആൾക്കാർ ആ ബാത്റൂം എങ്ങോട്ടാ പോവാ? വാർഡ് അതെ, അതിന്റെ അത്
അല്ല, അതിൻ്റെ ഈ സംഭവം നടക്കുന്ന ബിന്ദുവിനുണ്ടായ ദൗർഭാഗ്യകരമായ അവസ്ഥ ഉണ്ടാകുമ്പോൾ അതൊരു മുറിയിലല്ലേ ഉണ്ടാവുന്നത്, അല്ലേ? വാർഡിലാണോ ഉണ്ടാവുന്നത് മൊത്തത്തിൽ? ആണോ ഹാഷ്മി? സി എം ജയേന്ദ്രൻ, അതായത് ആ തർക്കത്തിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. നമ്മുടെ പഴയ വിഷയം എടുക്കോ, പഴയ വിഷയം എടുക്കോ? അല്ല, റിലവന്റ് ആണ്, അത് റിലവന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ വാർഡ്, അതിൽ കട്ടിലടക്കം നിരത്തിയിട്ടിരിക്കുന്ന കൂട്ടിരിപ്പാരൊക്കെ ഉണ്ട്, അതിനോട് ചേർന്ന ബാത്റൂം ബ്ലോക്ക്, പിന്നെ ഇവിടെയുള്ള പാവങ്ങൾ അങ്ങോട്ടൊക്കെ എങ്ങോട്ടാ പോവാ? അതിനോട് ചേർന്ന ഭാഗമല്ലേ അത്? അല്ല, ബാത്റൂമിൽ കൊണ്ടാലും കെയർ കൊടുക്കൂ? ഇല്ലല്ലോ. ബാത്റൂമിൽ പോകുന്ന എന്തിനാ എല്ലാവർക്കും അറിഞ്ഞൂടെ? ബാത്റൂമിൽ കുളിക്കാനാ പോകുന്ന ഒരു തർക്കമൊക്കെ. നമ്മുടെ ഈ വാദങ്ങൾക്കും വിയോജിപ്പുകൾക്കും അല്ലല്ലോ സമയം കളയേണ്ട. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. നമ്മൾ അതിൻ്റെ അകത്ത് വാദിക്കുകയും വിയോജിക്കുകയും ചെയ്ത് സമയം പാഴാക്കണ്ടല്ലോ വെച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞത്. അതല്ല, താങ്കൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അല്ല, സി എം ജയേന്ദ്രൻ, ഞാൻ ചോദിച്ചത് എന്താണ്? ഞാൻ ചോദിച്ചത് അത് പൂട്ടിയിട്ട ബിൽഡിംഗ് അല്ല, ആവർത്തിച്ച് വ്യക്തമാകുന്നു. അത് അവിടെയുള്ള രോഗികളുടെയും കൂട്ടിരിപ്പുകളുടെയും സാക്ഷ്യങ്ങളുടെ വ്യക്തമാകുന്നു. മന്ത്രി വി എൻ വാസവൻ അടക്കം ആദ്യം പറഞ്ഞ അവാസ്തവമാണെന്ന് പിന്നീട് തെളിയുന്നു. തിരുത്തുന്നില്ല മന്ത്രി വി എൻ വാസവൻ, തിരുത്തുന്നില്ല ആരും, തിരുത്തുന്നില്ല സൂപ്രണ്ട് ഏറ്റവും ഒടുവിൽ ദേശാഭിമാനിക്ക് കൊടുത്ത ഇന്റർവ്യൂവിലും പറയുന്നത് അത് അടച്ചിട്ടേക്കാന്ന് പറഞ്ഞത്. അടച്ചിട്ടിരിക്കുന്നതല്ല. അപ്പൊ ഇങ്ങനെ വ്യാജങ്ങൾ ആവർത്തിക്കുമ്പോൾ പ്രതിപക്ഷം എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത് സി എം ജയേന്ദ്രൻ, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളെന്ന നിലയ്ക്ക്? അല്ല, ഓക്കെ, അതെ. ഇപ്പോൾ യുവരാജ് ഗോകുൽ ഇപ്പോൾ പറഞ്ഞല്ലോ ഹാഷ്മി. പക്ഷേ പ്രിയപ്പെട്ട യുവരാജ്, ഇന്നലെ തന്നെ BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് പറഞ്ഞു, മന്ത്രിക്കെതിരെ, കുറ്റക്കാർ എന്ന് കാണുന്ന മന്ത്രിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്നത് വരെ സമരം തുടരും എന്നാണ് BJP സ്റ്റേറ്റ് പ്രസിഡന്റ് പറഞ്ഞത്. അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് താങ്കൾ പഴയ സമരം ഉൾപ്പെടെ പറഞ്ഞ് എന്നെ ഉൾപ്പെടെ അതിനകത്ത് പരിഹസിക്കുകയും ചെയ്തു. ഇരുന്നോട്ടെ, നമ്മുടെ റിട്ടയർഡ് DGP ഉണ്ട്, ഹേമേന്ദ്രൻ്റെ സർവീസ് സ്റ്റോറി ഉണ്ട്, നീതി എവിടെ, അതിൽ 41ാമത്തെ ചാപ്റ്ററാണ് ഈ സംഭവം പരാമർശിക്കുന്നത്. ഏതാ? സോളാർ സമരം. അതെങ്ങനെയാണ് അവസാനിപ്പിച്ചതെന്നുള്ള കാര്യമൊക്കെ വിശദമായിട്ട് അതിൻ്റെ അകത്തുണ്ട്. ഇവിടെ അത് പോകുന്നതിൽ അർത്ഥമില്ലാത്തതുകൊണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് പോകുന്നുമില്ല. പിന്നെ പിണറായി വിജയൻ എന്ന് പറഞ്ഞൊരു പിന്നീട് പ്രശസ്തമായ ഒരു വാചകമുണ്ട്. അത് പിന്നീട് എല്ലാവർക്കും യോജിക്കുന്നത് തന്നെ കേട്ടോ. എല്ലാ സമരങ്ങളും വിജയിക്കാനുള്ളതല്ല എന്നായിരുന്നു പിണറായി വിജയൻ്റെ പിന്നീട് പ്രശസ്തമായൊരു വാചകം. അതിൻ്റെ ഈ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അങ്ങനത്തെ വാചകം നിലനിൽക്കുന്നുണ്ട്, അന്തരീക്ഷത്തിലുണ്ടെങ്കിൽ ഇപ്പോഴും ആ വാചകം ഉണ്ടല്ലോ. പിന്നെ മറ്റൊരു കാര്യം ഹാഷ്മി, ഒരു സംഭവം നടന്നു, വേറെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട് കാണാത്തൊരു കാര്യമാണ്. ഗവർണർക്ക് പരാതി കൊടുക്കണം എന്ന് പറഞ്ഞ് സമീപിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഈ അഗ്രീവ്ഡ് പാർട്ടീസ് എന്ന് ഞാൻ പറയുന്നുള്ളൂ, ആൾക്കാരുടെ പേര് പറയുന്നത് ഇപ്പോൾ മര്യാദ ഇല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അവർക്ക് താല്പര്യമില്ല അഗ്രീവ്ഡ് പാർട്ടീസിന് അങ്ങനെ ഗവർണർക്ക് പരാതി കൊടുത്താൽ. സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ കണ്ടതാണല്ലോ, പ്രത്യേകം ഒരു കമ്മീഷനെ വെക്കുന്നതും ഒക്കെ. സമാനമായ സാഹചര്യം ഇവിടെയും ഉണ്ടാവണം എന്നുള്ള താല്പര്യമാണല്ലോ അതിന് പിന്നിലുള്ളത്. ഏതായാലും അത്തരമൊരു ഇതിലേക്ക് പോകാനായിട്ട് ഈ അഗ്രീവ്ഡ് പാർട്ടീസ് തയ്യാറായില്ല. അവർക്ക് പോലീസ് അന്വേഷണത്തിൽ അല്ലെങ്കിൽ കലക്ടർ കൊടുക്കുന്ന റിപ്പോർട്ടിൽ, ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് കൊടുത്തു, അന്തിമ റിപ്പോർട്ടുണ്ട്, ഗവൺമെൻറ് തീരുമാനിക്കട്ടെ എന്നുള്ള നിലയിലാണ് അവർ നിന്നത് എന്നുള്ളത് കൊണ്ട് ആ രൂപത്തിലേക്ക് ഇപ്പോൾ ഇതുവരെ പോയിട്ടില്ല. ഇനി നാളെ പോകുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയും ഒരു കാര്യം നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, അങ്ങനെ പോവാതിരിക്കലാണ് നല്ലത്. അവർക്ക് ഒരു പാവം കുടുംബമാണ്, സാധു കുടുംബമാണ്. ശരിയാണ്, ഞാൻ അങ്ങനെ പോവാതിരിക്കലാണ് നല്ലതെന്ന് ഞാൻ വ്യക്തിപരം പറയും. കാരണം എന്താണ്, ഒരു പാവം കുടുംബമാണ്, സാധു കുടുംബമാണ്. അതിനുള്ള ആഘാത്താണ് ഈ പറഞ്ഞ ബിന്ദു എന്നുള്ള ആ പാവം വീട്ടമ്മയായിരുന്നു. അവർ മരിച്ചു. എന്തെങ്കിലുമൊക്കെ സഹായമോ ജോലിയോ കൊടുക്കേണ്ടത് സർക്കാരാണ്. സർക്കാരുമായി കോൺഫ്രണ്ടേഷൻ പോകേണ്ടതില്ല എന്ന് തന്നെയാണ് വ്യക്തിപരമായ എൻ്റെ നിലപാടക്കാര്യത്തിൽ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇവിടെ ഇന്നിപ്പോൾ ചാണ്ടിയുമ്മൻ പറയുകയാണ് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതുവരെ പറയുകയാണ്. നടപടി ഉണ്ടാവേണ്ടത് എങ്ങനെയാണ്? അത് കളക്ടർ കൊടുക്കുന്ന റിപ്പോർട്ടിലാണ്. കളക്ടർ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു റിപ്പോർട്ട് ഇന്ന് കൊടുത്തു. അത് ഈ പറയുന്ന ധനസഹായം, ഇപ്പോൾ ഈ പറയുന്ന കുടുംബത്തിന് ധനസഹായം ബന്ധപ്പെട്ട റിപ്പോർട്ട് കൊടുത്തു. നല്ല തുക സർക്കാർ കൊടുക്കണം. അത് കൊടുത്തേ മതി, ഒരു അക്കാര്യത്തിൽ തർക്കമില്ല. രണ്ടാമത്തെ റിപ്പോർട്ട് തയ്യാറാക്കുന്ന കളക്ടറാണ്. ആരാണ് കളക്ടർ? അവിടുത്തെ ഈ പറയുന്ന ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് പറയുന്നതിന് തലപ്പത്തിരിക്കുന്നതും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പ്രധാന സമിതികളുടെ ഒക്കെ പ്രധാന സ്റ്റേക്കുള്ള ആളായി കളക്ടർ ആരെ കുറ്റപ്പെടുത്തി റിപ്പോർട്ട് കൊടുക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആ റിപ്പോർട്ടിൻ്റെ അടുത്ത് എന്ത് നടപടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വേണമെങ്കിൽ മരിച്ച ബിന്ദുവിനെതിരെ നടപടി എടുക്കാമെന്ന് പറയും. അതല്ലാതെ ആർക്കെതിരെ നടപടി എടുക്കുമെന്നാണ് ശ്രീ വസന്ത് തെങ്ങുംപള്ളി. അല്ല, അവിടെ അങ്ങനെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നേ ഇല്ല എന്നും ആ പൊളിഞ്ഞു വീണു എന്ന കഥ നിങ്ങൾ സ്വപ്നം കണ്ടതാണ് എന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു സത്യാനന്തര കാലത്താണ് ഞാനും കാശ്മീർ ജീവിക്കുന്നത്. ഒരു കാര്യം ശ്രീ MJ പറഞ്ഞ എന്താണ്, അവിടെ ആ കെട്ടിടത്തിലേക്ക് പ്രവേശനമേ ഉണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ശ്രീ MJ, ഇപ്പൊ ഞങ്ങളുടെ സമരങ്ങൾക്ക് നേരെ നിങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു ബാരിക്കേഡ് ഉണ്ടല്ലോ, അതൊക്കെ തകർത്ത് പുഴയിൽ എറിഞ്ഞു കഴിഞ്ഞു. പക്ഷെ എങ്കിൽ പോലും ആ ബാരിക്കേഡിൽ തുരുമ്പ് പിടിച്ച് ഒരണമെങ്കിലും
ആ കെട്ടിടത്തിന്റെ ക്രോസ് കൊണ്ടുപോയി വെച്ചിരുന്നെങ്കിൽ അവിടെ ഈ ബിന്ദു അടക്കമുള്ളവർ പ്രവേശിക്കുമായിരുന്നില്ല. നിങ്ങൾ പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചിരുന്നതായിരുന്നെങ്കിൽ, നിങ്ങൾ അവിടെ പ്രവേശനം അനുവദിക്കുന്നില്ലായിരുന്നെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ ബാരിക്കേഡ് ഉണ്ടല്ലോ, ഒന്നെങ്കിൽ പോലീസ് ബാരിക്കേഡിങ് അല്ലെങ്കിൽ ഒരു മഞ്ഞ കയർ മേടിച്ച് ക്രോസ് വലിച്ചു എങ്കിലും നിങ്ങൾക്ക് അവിടെ തടയാമായിരുന്നു. അതുപോലും ചെയ്യാതെ സ്വൈര്യവികാരത്തിന് അനുവദിച്ചിട്ട് ലാസ്റ്റ് നിങ്ങൾ കുറെ ക്യാപ്സ്യൂളുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തയാണ് പത്തനംതിട്ട കോന്നിയിലെ പാറമടയുടെ അപകടം. ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് കല്ലും മണ്ണും പതിച്ചു, 2 തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കായിരുന്നു അവിടെ. ശ്രീ വസന്തംകുമ്പള്ളി, ഇപ്പോൾ ടി പി രാമകൃഷ്ണന്റെ പ്രതികരണം വരുന്നുണ്ട്. ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന മേഖലകളാണ്. ഇവയെ തകർക്കാൻ ബോധപൂർവമായ ഗൂഢാലോചന കേരളത്തിൽ നടക്കുന്നു. ആ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ആരോഗ്യ മേഖലയിലെ സമരങ്ങൾ. ബിന്ദുവിന്റെ മരണം സംഭവിക്കാൻ പാടില്ലായിരുന്നു. സർക്കാർ സ്വീകരിച്ച നടപടി അംഗീകരിക്കേണ്ടത്. ഈ പറയുന്ന രീതിയിൽ ഇത് അംഗീകരിക്കാതെ അക്രമ സമരങ്ങൾ അരങ്ങേറുകയാണ്. ആരോഗ്യ മേഖല തകർന്നിരിക്കുന്നു സ്ഥാപിക്കാൻ സംഘടിത ശ്രമം നടക്കുന്നു. ചില മാധ്യമങ്ങൾ അതിന് കൂട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് CPM-ന്റെയും LDF-ന്റെയും പ്രൊപ്പഗണ്ടയാണ്. അതിനവർ കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങൾ സമരമായി തെരുവിലിറങ്ങുമ്പോൾ ആ സമരത്തെ പ്രതിരോധിക്കാൻ LDF-നും CPM-നും എന്തെങ്കിലും പറഞ്ഞേ മതിയാവുകയുള്ളൂ. നിങ്ങൾ അതിനെ കുറ്റം പറയുന്നുണ്ടോ ശ്രീ വസന്തംകുമ്പള്ളി? അല്ല, നോക്കൂ, അതിന്റെ ഭാഗമായാണോ, അതായത് സ്വകാര്യ മേഖലയെ സംരക്ഷിക്കുക, പൊതുജനാരോഗ്യ മേഖലയെ തകർക്കുക എന്ന പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും കൂട്ടുകക്ഷിയുടെ ഭാഗമായിട്ടാണോ 2025 ജനുവരി മാസം 22-ാം തീയതി കേരളത്തിന്റെ നിയമസഭയ്ക്കുള്ളിൽ CRDG വെച്ച റിപ്പോർട്ടിൽ സർക്കാർ കോർപ്പറേറ്റുകളിൽ നിന്ന് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വാങ്ങി ഈ സർക്കാർ ആശുപത്രികളിൽ മുഴുവൻ വിതരണം ചെയ്തു എന്ന റിപ്പോർട്ട് വന്നത്? അത് നമ്മൾ ഉണ്ടാക്കിയതാണോ? ഞാനും അതായത് പ്രതിപക്ഷവും മാധ്യമങ്ങളും ചേർന്നുള്ള ഇരുകക്ഷി മുന്നണി ഉണ്ടാക്കിയ പ്രൊപ്പഗണ്ട അജണ്ടയുടെ ഭാഗമാണോ അത് എന്നുകൂടി പറയണം. അതായത് കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം ചെയ്തു എന്നാണ് CRDG പറയുന്നത്. 65% ഹോസ്പിറ്റലുകൾ ആവശ്യമായ സംവിധാനങ്ങളില്ല എന്നും CRDG പറയുന്നുണ്ട്. അപ്പൊ CRDGയും നമ്മുടെ മുന്നണിയുടെ ഭാഗമാണോ എന്നുകൂടി CPM നേതാക്കൾ പറഞ്ഞാൽ മതി. ഇനി CRDGയുടെ പഴയൊരു റിപ്പോർട്ടുണ്ട്. ഇപ്പോ അങ്ങ് റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ടല്ലോ, ഈ പത്തനംതിട്ടയിലെ കോറിയുമായി ബന്ധപ്പെട്ട് 50 മീറ്റർ ചുറ്റളവായിരുന്നു UDF കാലത്ത് ഈ പറയുന്ന വീടുകളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന് കോറികൾ പാലിക്കേണ്ട 100 മീറ്റർ ആയിരുന്നു. 100 മീറ്റർ ഈ സർക്കാർ വന്നപ്പോൾ അത് 50 മീറ്റർ ആക്കി ചുരുക്കി കൊടുത്തു. അങ്ങനെ സർവ്വ മേഖലയിലും എവിടെ നിന്നൊക്കെ പണം കൈപ്പറ്റാമോ അവിടെ നിന്നൊക്കെ പണം കൈപ്പറ്റി എന്തൊക്കെ ചൂഷണം നടത്താമോ ആ ചൂഷണം മുഴുവൻ നടത്തിയ സർക്കാരാണ് ഇവർ. ഇനി അങ്ങ് നേരത്തെ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, എന്താണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത്? നോക്കൂ, അവിടെ ഞാൻ സൂചിപ്പിച്ചല്ലോ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ സംഭവം നടക്കുമ്പോൾ ആ ജില്ലയിലുണ്ട്. അതായത് ഏതാണ്ട് മുഴുവൻ അല്ലെങ്കിലും 70% മന്ത്രിസഭയും ആ ജില്ലയിൽ ഉണ്ടായിരുന്നു. ഇനി ഏത് കണിയാൻ കവട നിരത്തിയാണ് ഇനി സമയം ഫിക്സ് ചെയ്യുക? ഏത് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ കുടുംബത്തിന് ആവശ്യമായ സഹായം? വസന്തംകുമ്പള്ളി, ഇപ്പൊ അത് കാണുന്നവർക്കൊക്കെ മനസ്സിലായി എന്താണ് മന്ത്രി VN വാസൻ അവിടെ നിന്ന് രക്ഷാദൗത്യത്തിനല്ല പ്രയോറിറ്റി കൊടുത്തത്. ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് പറയാനാണെന്ന് എന്ത് പറഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലായി. നിങ്ങൾ കരുതുന്നുണ്ടോ ഇപ്പൊ നിങ്ങളുടെ സമരം കഴിയുമ്പോഴേക്കും ആരോഗ്യമന്ത്രി പറയുകയാണ് ഞങ്ങൾ അവിടെ വന്ന് ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്ന് പറയാൻ ശ്രമിച്ചാണ്, അതിന് ക്ഷമിക്കണം എന്ന് പറയാൻ നിങ്ങൾ കരുതുന്നുണ്ടോ സീരിയസ്ലി? വസന്തംകുമ്പള്ളി, ശ്രീ ഹാഷ്മി, ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആദ്യത്തേതുമായി ഞങ്ങളുടെ ആവശ്യം ആ കുടുംബത്തിന് ആവശ്യമായ സഹായം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. ആ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകുക എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആ ജില്ലയിൽ ഒരു മന്ത്രിസഭ തന്നെ അന്നത്തെ ദിവസം ഉണ്ടായിരുന്നു. ഇനി ഏത് കണിയാൻ കവടം നിർത്തി സമയം പറയണം ഇവർക്ക് ഈ യുദ്ധകാലാടിസ്ഥാനത്തിൽ സഹായം പ്രഖ്യാപിക്കാൻ? മുഖ്യമന്ത്രി അമേരിക്കയ്ക്ക് പോയി, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കപ്പിത്താൻ അമേരിക്കയ്ക്ക് മുങ്ങി. അതുകൊണ്ട് ഇനി ആ മുങ്ങിയ ആൾ പൊങ്ങട്ടെ, അതുവരെ കാത്തിരിക്കണം ആ കുടുംബം. അതായത് ഈ സർക്കാരിന്റെ പിഴവ് മൂലം, അവരുടെ കൊള്ളരുതായ്മ മൂലം സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ട കുടുംബം, സ്വന്തം ഭാര്യയെ നഷ്ടപ്പെട്ട കുടുംബം, അനാഥമാക്കപ്പെട്ട കുടുംബം, അവരുടെ ഉപജീവന മാർഗം തകർക്കപ്പെട്ട കുടുംബം ഇനി ഈ കപ്പിത്താൻ മടങ്ങി വരുന്നതും കാത്ത് എയർപോർട്ടിലോ സീപോർട്ടിലോ പോയി കാത്തു നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് അനീതിയാണ്. ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം ആ കുടുംബത്തെ സംരക്ഷിക്കുക, അവർക്ക് ആവശ്യമായ സഹായം പ്രഖ്യാപിക്കുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്, ഇപ്പൊ ഞങ്ങളുടെ ഈഗോയുടെ പ്രശ്നമൊന്നുമില്ല ശ്രീ ഹാഷ്മി. അവർ ഞങ്ങളുടെ മുമ്പിൽ വന്ന് എന്റെ പിഴ, എന്റെ വലിയ പിഴ എന്ന് ഏറ്റുപറയണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. ധാർമ്മികതയുടെ ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ, അച്യുതാനന്ദൻ പണ്ട് പറഞ്ഞതുപോലെ ഉളുപ്പ് 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 എന്ന് പറയുന്ന വാക്ക് അവരെവിടെയെങ്കിലും വായിച്ചിട്ടെങ്കിലും ഉണ്ടെങ്കിൽ അവർ രാജിവെക്കുക എന്നുള്ളതാണ്. ശരി, ശിവരാജ് ഗോകുൽ, ഇതൊക്കെ പറയുമ്പോഴും കേട്ടോ, ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ ആരോഗ്യ മേഖല ഈ പറയുന്ന രീതിയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും, അപര്യാപ്തതകളുണ്ട് എന്ന് പറയുമ്പോഴും, മരുന്ന് ക്ഷാമമുണ്ട് എന്ന് പറയുമ്പോഴും, ഇപ്പോൾ സ്റ്റെന്റ് അടക്കം രോഗികൾ പുറത്തേക്ക് വാങ്ങേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടെന്ന് പറയുമ്പോഴും, രാജ്യത്തെ ആരോഗ്യ സംവിധാനത്തെ വെച്ച് കേരളത്തിന് താരതമ്യമില്ല. 2020-21 ഏറ്റവും ഒടുവിലും നീതി ആയോഗിലും 19 വലിയ സംസ്ഥാനങ്ങളുടെ കണക്കിൽ കേരളം 1-ാം സ്ഥാനത്തുണ്ട്. അത് ചുമ്മാതല്ല, 24 പ്രധാന ഇൻഡിക്കേറ്ററുകൾ, ശിശുമരണ നിരക്ക്, ഈ സെക്സ് റേഷ്യോ അറ്റ് ബർത്ത്, ഇമ്മ്യൂണൈസേഷൻ കവറേജ്, ഇങ്ങനെ സമഗ്രമായ മാനദണ്ഡങ്ങൾ നോക്കി എത്ര തവണ നോക്കുന്നു അപ്പോഴൊക്കെയും കേരളത്തോട് UP-യോ അല്ലെങ്കിൽ BJP ഭരിക്കുന്ന മറ്റേതെങ്കിലും സംസ്ഥാനത്തെ ആരോഗ്യരംഗത്തോട് താരതമ്യമില്ല കേട്ടോ. അതുകൂടെ അംഗീകരിക്കണം യുവരാജ് ഗോകുൽ.
തീർച്ചയായിട്ടും 1956 കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നത് മുതൽ തന്നെ ഈ സ്റ്റാറ്റസുകളിലെല്ലാം കേരളം ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. 2025 എത്തുമ്പോഴും ദൗർഭാഗ്യവശാൽ കേരളത്തിന് ഒന്നാം സ്ഥാനം നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. ഒരു 10-15 വർഷം കൂടി മറ്റ് സംസ്ഥാനങ്ങളെല്ലാം BJP ഭരിച്ചു വരുമ്പോൾ കേരളത്തിന് അതേ ഒന്നാം സ്ഥാനം നിലനിർത്തുവാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് എന്നുകൂടി എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഈ നിലവിലെ റേറ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പല സംസ്ഥാനങ്ങളും വളരെ മികച്ച രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇല്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഇപ്പോൾ UP-യിൽ 15 മെഡിക്കൽ കോളേജുകൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകളിൽ 2 എയിംസ് ഉൾപ്പെടെ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മളിതിനെല്ലാം കണ്ണടച്ചാക്ഷേപിച്ച് മുമ്പോട്ട് പോകരുത്. കേരളം നിലവിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. അത് വളരെ സന്തോഷമാണ്, അഭിമാനമാണ്. അത് തുടർന്നും അനന്തകാലം അങ്ങനെ തന്നെ നിലനിന്ന് പോകട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മുമ്പോട്ട് പോവുകയും വേണം. പക്ഷേ ആ ആരോഗ്യരംഗത്തെ വിശ്വാസമില്ലാത്ത ആൾക്കാരാണ് നമ്മുടെ മന്ത്രിമാർ. പണ്ടൊരു ഗവർണർ ഉണ്ടായിരുന്നു, നമ്മുടെ സിക്കന്ദർ ഭക്ത് എന്ന് പറഞ്ഞിട്ട്. BJP സർക്കാർ പണ്ട് വാജ്പേയി മരിക്കുമ്പോൾ വന്നിരുന്ന ഒരു ഗവർണറായിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊന്നും പോകണ്ട, മെഡിക്കൽ കോളേജിലേക്ക് മാത്രം പോയാൽ മതിയെന്ന്. ഒടുവിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് അദ്ദേഹം അണുബാധ കാരണം മരിച്ചു പോകുന്ന ഒരു സാഹചര്യവും നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഹാഷ്മി ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മോശം എന്നൊന്നുമല്ല. പക്ഷെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്ന അത്രയും ദൂരത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ഈ പറയുന്ന ഹാഷ്മി ആകട്ടെ ഞാനാകട്ടെ, ഹാഷ്മി ഞാൻ എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നതാണ്. കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ മാസം എൻ്റെ അനിയന് രാത്രി ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ആളെ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ OP കാർഡ് ഉൾപ്പെടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. അകത്ത് കയറിയിട്ട് ഞാൻ കണ്ടത്, ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ബോർഡ് മാറ്റിയിട്ട് നരകം എന്നൊരു ബോർഡ് വെച്ചാൽ പോലും തെറ്റില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. രാത്രി 2 മണിയായപ്പോൾ ഞാൻ അവിടുന്ന് ആംബുലൻസ് വിളിച്ചിട്ട് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടുന്ന സാഹചര്യം വന്നു. കാരണം ബ്ലഡ് എടുക്കാൻ വരുന്നതാണ്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എഴുതി തരുന്നു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ പോകുന്നു. വഴിയിൽ ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ കിടത്തുന്ന പോലെ ആൾക്കാരെ കിടത്തിയിരിക്കുന്നത്, ഇരിക്കാൻ ഒരു കസേര പോലും ഇല്ലാന്നേ. നമ്മുടെ ബ്ലഡ് ഒരു 4 ഇതിലായിട്ട് എടുത്തിട്ട് അവർ തിരിച്ച് നമ്മുടെ കയ്യിൽ തന്നെ തരുവാണ്. ഏത് ഹോസ്പിറ്റലിലേത് നമ്മുടെ കയ്യിൽ തന്നെ തന്നിട്ട് പറയുകയാണ്, ഇത് തെക്കോട്ട് പോയിട്ട് വടക്കോട്ട് പോയിട്ട് അവിടുത്തെ റൂമിൽ കൊടുക്കുക, മറ്റൊന്ന് അപ്പുറത്ത് പോയിട്ട് തിരിഞ്ഞ് ഇടത്ത് തിരിഞ്ഞ് വലത്ത് തിരിഞ്ഞ് 4ാമത്തെ മുറി കൊടുക്കുക. ഒന്നും മനസ്സിലാകുന്നില്ല എന്നതിനകത്ത് ഗൂഗിൾ മാപ്പ് ഇട്ട് പോകേണ്ടി വരുന്ന അവസ്ഥയാണ് സാഹചര്യം എന്ന് പറയുന്നത്. മനുഷ്യരെ പോലെയൊന്നും അല്ലാതെ അവിടെ ആൾക്കാർ ട്രീറ്റ് ചെയ്ത് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. ഹാഷ്മി അതിനകത്ത് പോയിട്ട് നിങ്ങളൊന്ന് നോക്കി വെക്കണം. സ്കാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു മുഷിഞ്ഞ കർട്ടൻ, ആ കർട്ടനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1925-ലോ 50-ലോ എന്തോ അവിടെ ഇട്ടിട്ടുള്ളൊരു തുണിയാണത്. ആ തുണിക്കകത്താണ് ആൾക്കാർ സ്വകാര്യ ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ സ്കാൻ ചെയ്യേണ്ടി വരുന്ന സമയത്ത് പുറത്തു നിന്ന് ആൾക്കാർ അകത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. CT സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് നോക്കും, നമ്മൾ ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനത്ത് തന്നെയാണ്, എല്ലാ ഇതിലും നമ്മൾ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ സ്വകാര്യ ഈ പറയുന്ന സർക്കാർ ആശുപത്രികളിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലുള്ള ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇതൊക്കെ ഈ പര്യാപ്തതകളുണ്ടെന്ന് പറയുമ്പോഴും നമ്മുടെ പാവം മനുഷ്യരുടെ നട്ടലാണ്. ഈ പറയുന്ന അപര്യാപ്തകൾക്കിടയിലും രാജ്യത്ത് ഒന്നാം സ്ഥാനം നമ്മൾ നിൽക്കുന്നുമുണ്ട്. ഞാൻ തിരികെ എത്തും ഇടവേളയ്ക്ക് ശേഷം. തീർച്ചയായിട്ടും അല്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ ഹാഷ്മി, ഇതൊന്നും അല്ല എന്നല്ല പറയുന്നത്. അല്ല, ഞാൻ താങ്കളുടെ നേർക്കുനേർ അനുഭവത്തെ ചോദ്യം ചെയ്തല്ല. അല്ല, എന്റെ നേർക്കുനേർ അനുഭവത്തിന്റെ കാര്യം മാത്രമല്ല ഹാഷ്മി ഞാൻ പറഞ്ഞു വരുന്നത് 1956 മുതൽ നമ്മുടെ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് നിലനിൽക്കുന്നത്. അല്ലാണ്ട് നമ്മൾ 2025-ലോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഇടത് വലത് മുന്നണികൾ ഭരിച്ചു തുടങ്ങിയതിന് ശേഷമുള്ള സാഹചര്യം നമ്മൾ ആ മേഖലകളിലെല്ലാം പക്ഷെ അവിടെ നിന്ന് നമുക്ക് എത്രത്തോളം മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു ചോദ്യമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ന്യൂസ് ഈവനിംഗ് പൂർണ്ണമാകുന്നു.